നിത്യം രാമരേത്യേവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം തദ്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 9. നമ്മുടെ ഇന്നത്തെ വിഷയം വാൽമീകി ചരിതമാണ്. വാൽമീകി ചരിതം യഥാർത്ഥത്തിൽ വലിയ ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ സാധാരണ ഒരു കാട്ടാളനായ വാൽമീകി നമ്മുടെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഉത്തമനായ വ്യക്തിയായി പരിണാമം ചെയ്യപ്പെട്ടതിന്റെ ഒരു കൃത്യമായ ഒരു അറിവാണ് ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സപ്തർഷികൾ അദ്ദേഹത്തോട് വന്ന് കാട്ടാളനായിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ചെയ്യുന്ന പാപങ്ങൾ നീ തന്നെ ഭുജിക്കുമോ അത് നിന്റെ വീട്ടുകാർ തന്നെ ഭുജിക്കുവാൻ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തേടിയാണ് അദ്ദേഹം തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അദ്ദേഹത്തെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം തന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളത് രാമായണത്തിൽ വിശദമാക്കുന്നുണ്ട്. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നയും ചതിച്ചു ഞാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി അവസാനം രാമൻ വന്ന് കാണുമ്പോൾ രാമന്റെ ജന്മോദ്ദേശം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പരിണാമം ചെയ്യപ്പെടുകയാണ്. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. വേദാന്തിയായ അങ്ങേക്ക് ഇതെല്ലാം എന്റെ ജന്മോദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ എന്ന് രാമൻ നേരിട്ട് വാൽമീകിയോട് ചോദിക്കുമ്പോൾ ഒരു കാട്ടാളനിൽ നിന്നും ഒരു ഭഗവാന്റെ ജന്മോദ്ദേശം തന്നെ അറിയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു മഹർഷിയിലേക്കുള്ള വലിയൊരു പരിണാമത്തിന് അദ്ദേഹം പാത്രീഭവിക്കുകയാണ്. ഇന്ന് നമ്മൾ വാൽമീകി ചരിത്രത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ വാൽമീകി ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രിക. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. നമ്മള് വാൽമീകി ചരിത്രത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗ. നേരത്തെ നമ്മളൊരു കോൺട്രവേഴ്സ്യൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ചാതുർവർണ്ണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പരിഹസിച്ചു കേട്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണ്യം അല്ലെങ്കിൽ വേറെ ജാതിയാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് വാൽമീകി എന്ന് കാട്ടാളനിൽ നിന്നും ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയിലേക്കുള്ള പരിണാമം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. അങ്ങനെ പരിണാമം ചെയ്യാൻ പറ്റും അതല്ലേ അല്ലെ. അപ്പൊ ഒരു ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു അറിവിന്റെ പരിണാമത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് പോകുന്നതാണ് എന്ന് വീണ്ടും വ്യക്തമാക്കുന്നതാണ് അല്ലെ. ഇന്ത്യയിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ എപ്പിക്കായ പുണ്യഗ്രന്ഥമായ രാമായണം വരെ രചിച്ച ഒരു വ്യക്തി കാട്ടാളനായിരുന്നു എന്നുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അതെങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ ജന്മം എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അങ്ങൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരം. ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പവമാനീ ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കൃത്യം ദ്രവിണം ബ്രഹ്മവർച്ചസം മയം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സകനാവവതു സകനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സീതാറാം. എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. നമുക്ക് പതിവ് പോലെ ശ്രീരാമന്റെ സച്ചരിതങ്ങളെ അവദാനം ചെയ്യുന്ന
പുണ്യ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും ഇതൊരു പുണ്യ നിമിഷങ്ങളാണ്. ഓരോ നിമിഷവും പുണ്യം പ്രദാനം ചെയ്യുന്നവയാണ്. എന്തെന്നാൽ രാമനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ കേൾക്കുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇപ്പോ കാവ്യം സുഖേയമാണ്, കഥ രാഘവീയമാണ്, കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛനാണ്, കേൾക്കുന്നത് ഭക്തിമയ സ്വരത്തിലാണ്. അതുകൊണ്ടാണ് ആനന്ദലബ്ധി ഉണ്ടാവുന്നത്. കാരണം രാമായണം ചൊല്ലുന്നത് വളരെ ഭക്തിമയ സ്വരത്തിലാണ്. ആര് ചൊല്ലിയാലും അതിനൊരു ഭക്തിയുണ്ട്. അതാണ് സംഗീതം. അതിന് സംഗീതം പഠിക്കണമെന്നൊന്നുമില്ല, ആത്മാവിൽ നിന്ന് വന്നാൽ മതി. എല്ലാവർക്കും അവരവരുടെ ഈണത്തിൽ ഇണങ്ങുന്നതിൽ സ്ഫുടമായി രാമായണം പാരായണം ചെയ്യുന്നു. അതിനൊരു മനോഹാരിതയുണ്ട്, ഇമ്പമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം, കവികൾ അങ്ങനെയൊക്കെ പറയാൻ കാരണം അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ രാമായണത്തെ പറ്റി, രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നു. എല്ലാം പൂർവ്വസൂരികൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ കൃതവാഗ്ദ്വാരേ വംശേസ്മിൻ പൂർവ്വസൂരിഭി. അസ്മിൻ വംശം, ഈ വംശം എന്ന് പറയുന്നത് പൂർവ്വസൂരികൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മളും പറയുന്നത്. ഇത് കാളിദാസന്റെ വാക്കുകളാണ്. മഹാനായ കാളിദാസൻ പോലും അങ്ങനെ പറയുന്നത്. മഹാകവിയായ കാളിദാസൻ രഘുവംശം എഴുതിയപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: പൂർവ്വസൂരികൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നു. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. എല്ലാം പൂർവികർ പറഞ്ഞത് കേട്ട് പഠിച്ചത്, നമ്മുടെ അച്ഛനമ്മമാർ നമ്മെ പഠിപ്പിച്ച്, ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിച്ച്, ഗുരുവിൽ നിന്ന് കിട്ടിയതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നമ്മൾ നിങ്ങൾക്ക് വിളമ്പി തരികയാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം. ഈ ആർഷ പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഇന്നിപ്പോ നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത് വാൽമീകിയുടെ കഥയാണ്. വാൽമീകി രാമായണം എന്ന് കേൾക്കാത്തവരാരുമില്ല. ആദികാവ്യമാണ് വാൽമീകി രാമായണം. വാൽമീകി പ്രണീതമാണ്, അഥവാ വാൽമീകി രചിച്ചതാണ് വാൽമീകി രാമായണം. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. രാമായണം രാമന്റെ വഴിയാണ്, രാമന്റെ യാത്രയാണ്, രാമന്റെ പാതയാണ്, അയനമാണ്. വാൽമീകിയാണ് നമുക്കത് കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായും വാൽമീകിക്ക് ഒരു പൂർവ്വകാല ചരിത്രം ഉണ്ടാകും, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ വാൽമീകിയുടെ പൂർവ്വകാല ചരിത്രം നമുക്ക് രാമായണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം രാമന്റെ യാത്ര നേരിട്ട് കണ്ടയാളാണ്, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ത്രേതായുഗത്തിലെ സംഭവങ്ങളാണ്. ഈ ഭാരതത്തിന് ചരിത്രമില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളുടെ ചരിത്രം നമുക്കുണ്ട്. നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ ചരിത്രത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം 3 യുഗങ്ങളിലെ സംഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കലിയുഗമാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞുപോയ 3 യുഗങ്ങളിലെ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഋഷിമാരതെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ ഒക്കെ അവരത് നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ 3 യുഗങ്ങളിലെ സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ പൂർവജന്മ സുഹൃതമാണ്, പുണ്യമാണ്. വാൽമീകിയുടെ ചരിതവും നമുക്കൊന്ന് വിലയിരുത്താം. വാൽമീകി എല്ലാവരും കാട്ടാളനെന്ന് പറയാറുണ്ട്. അദ്ദേഹം കാട്ടാളനായിരുന്നോ? കാട്ടാളന്മാർ മോശമൊന്നുമല്ല. കാടിന്റെ ആളാണ് കാട്ടാളൻ. നിഷാദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ നിസാരന്മാരല്ല, നിശയെ ഭക്ഷിക്കുന്നവരാണ്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. നിശ എന്ന് പറഞ്ഞാൽ രാത്രി, രാത്രിയെ ഭക്ഷിക്കുക. രാത്രി തിന്നുക എന്ന് പറഞ്ഞാൽ ഉറക്കളച്ചിരിക്കുക എന്നർത്ഥം. അപ്പോ കാടിനെ ആളുന്നവരും നാടിനെ ആളുന്നവരും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നാടിൽ ജീവിക്കുന്നവർ നാട്ടാളന്മാരും കാട്ടിൽ ജീവിക്കുന്നവർ കാട്ടാളന്മാരും. അതങ്ങനെയാണ് അതിന്റെ നിരുക്തം. എന്നാൽ ഇവിടെ അതിന് കാര്യമായ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ വാൽമീകിക്ക് ഒരു പേരുണ്ടായിരുന്നു, രത്നാകരൻ. അങ്ങനൊരു പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാൽമീകി മഹർഷിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് വിചിന്തനം നടത്താം.
അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം അനുഷ്ഠിച്ചിരുന്ന ഒരു കുമാരനായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഗുരുകുലത്തില് വളരെ കാലം പഠിച്ചിരുന്നു. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്ന കാലത്ത് എങ്ങനെയോ അദ്ദേഹത്തിന്റെ ആ ഒരു പാതയിൽ നിന്നൊന്ന് വ്യതിചലിച്ചു പോയി. അതാ പറയുന്നത്. അങ്ങനെ വ്യതിചലിച്ചു പോയി ആ ബ്രഹ്മചാരിയുടെ ആ ഭാവം അദ്ദേഹം വിസ്മരിച്ചു. താൻ ബ്രഹ്മചാരിയുടെ ജോലി എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്, അല്ലെ? പഠിത്തം കഴിഞ്ഞിട്ട് വേണം ധനം സമാർജിക്കുവാൻ. അതിനുശേഷം വേണം ഗൃഹസ്ഥാശ്രമം. അതാണ് ഗുരുകുല നിയമം. നമ്മളൊന്ന് ജോലി എന്നൊക്കെ പറയില്ലേ? അന്തകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ധനസമാഹരണം, അത് കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഇദ്ദേഹം കുമാരനായിരുന്ന ഈ വാൽമീകി ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തില് ആ ഗുരുകുലങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചു. അതാണ് അദ്ദേഹം ഒരു ശൂദ്ര തരുണിയോടൊത്ത് ഒക്കെ ജീവിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം വഴിമാറി, നമ്മൾ റൂട്ട് മാറാന്ന് പറയില്ലേ, റൂട്ട് മാറി അദ്ദേഹം ആ ബ്രഹ്മചാരി ഭാവത്തിൽ നിന്നും അദ്ദേഹം അറിയാതെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കേണ്ടി വന്നുപോയി അദ്ദേഹത്തിന്. അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ സംഭവിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതിത്വമുണ്ടായി. അതാണ് പറയുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഗൃഹസ്ഥനായി ജീവിക്കാൻ സാധ്യമല്ല. ആ സ്ത്രീ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് എന്താ വേണ്ടി വന്നു? മോഷ്ടിക്കേണ്ടി വന്നു. ഇപ്പോ വിദ്യാഭ്യാസം പൂർത്തിയാവാത്ത ഒരു വ്യക്തി നേരെ ഒരു ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് അദ്ദേഹത്തിന് മോഷ്ടാവേണ്ടി വന്നു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളും വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണം. ഏത് കാര്യത്തില്? വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ. വിദ്യാർത്ഥികളെ നമ്മൾ പഠിക്കാൻ വിടുന്നത് വിദ്യാഭ്യാസത്തിനാണ്, വിദ്യ ആർജിക്കാനാണ്. ആ വിദ്യ ആർജിക്കുന്ന വേളയില് അവർക്ക് എന്ത് സംഭവിക്കാൻ പാടില്ല? പാകപ്പിഴവ് സംഭവിക്കാൻ പാടില്ല. അവരുടെ മനസ്സ് മാറാൻ പാടില്ല. ആചാര്യൻ പറയുന്നത് പോലെ ഗുരുകുലത്തില് ചിട്ടയായിട്ട് പഠിക്കണം. റൂട്ടൊന്ന് മാറിക്കഴിഞ്ഞാലോ അവരും വഴിതെറ്റിപ്പോകും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണം അത് തന്നെയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളാണോ? അല്ല. അവർ അധ്യാപകരോട് പെരുമാറുന്നത് എങ്ങനെയാണ്? വളരെ വികലമായ രീതിയിലാണ്, മോശമായ രീതിയിലാണ്. കാരണം എന്താ? വിദ്യാർത്ഥിയുടെ ഭാവം അവരിലില്ല. അധ്യാപകരോടും വളരെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ആസുരീയ ശക്തിയാണ്, ഒരു കുമാരന്റെ ഭാവമല്ല എന്നർത്ഥം. കുമാരന്മാരൊക്കെ എങ്ങനെയാണ്? അധ്യാപകരുടെ കീഴിൽ പഠിക്കണം. അപ്പൊ അതിലൊരു മാറ്റം വരാൻ പാടില്ല. ഒരിക്കലും ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരുടെ മനസ്സിൽ അരുതാത്ത കാര്യങ്ങൾ തോന്നരുത്. തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം വഴിതെറ്റിപ്പോകും എന്നുകൂടി ഈ കഥ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ജീവിച്ചെങ്കിലും ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? പൂർവ്വപുണ്യം ഉണ്ടായിരുന്നു. ആർക്ക്? ഈ പറയുന്ന രത്നാകരന്. ആ പൂർവ്വപുണ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹം മോഷണവും പിടിച്ചുവരുകയും നടന്നു പോയ സമയത്ത് ആരെ കണ്ടത്? സപ്തർഷികളെയാണ് കണ്ടത്. സപ്തർഷികൾ എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെ മന്ത്രിമാരാണ്. ദേവേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ്. അപ്പൊ ആ സപ്തർഷികളെ കാണാനുള്ള ഭാഗ്യവനുണ്ടായി. കാരണം എന്താ? പൂർവ്വജന്മ പുണ്യം. ഇന്ന് നമ്മളങ്ങനെയല്ലേ? നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവായിട്ട് ആരെങ്കിലും വന്നു വിട്ടാലോ അതൊരു ഭാഗ്യമല്ലേ? പലപ്പോഴും സംഭവിക്കാറുണ്ട് വഴിത്തിരിവ്. അദ്ദേഹം എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ പൂർവ്വപുണ്യമാണ്. ആ പൂർവ്വപുണ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സപ്തർഷികളെ നേരിട്ട് കാണുവാനായിട്ട് പറ്റിയത്. ആ സപ്തർഷികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ഒരു നിസാരണല്ലെന്നും എവിടെയോ ഒന്ന് സ്കാലിത്യം, ഒരു ജീവിതത്തിൽ ഒരു സ്കാലിത്യം തെന്നി വീഴുന്നതാണോ മനസ്സിലായി. സംസാരിച്ചു. അതാണ് ആ ചോദ്യം. നീ ചെയ്യുന്ന പാപത്തിന്റെ ഒക്കെ പങ്ക് നിന്റെ വീട്ടിലുള്ളവര്, നിന്റെ ഭാര്യ മക്കളെന്നല്ല, അതായിപ്പോയതാണ്. ശരിക്കും ഭാര്യ മക്കളുമല്ല, അനുഭവിക്കുമെന്ന് ചോദിക്കണം. അതാണ് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുക എന്നത്. കാരണം അവർക്ക് ഭർത്താവല്ല ഒരിക്കലും. ഭർത്താവ് ഭാര്യ എന്നുള്ള സംസ്കാരമില്ല അവിടെ. അപ്പൊ ആലോചിച്ചു ഇതെന്താണ്, തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ അവരാണ് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ആ സപ്തർഷികളാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കാരണം വിദ്യാഭ്യാസം പകുതി നിർത്തിക്കഴിഞ്ഞ് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു പൂർവ്വ
പുണ്യ സുഹൃതം വേണം. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യം ഇന്ന് വളരെ കഷ്ടമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. കേരളത്തിൽ എത്ര A+ കിട്ടിയാലും എത്ര ഉന്നത വിജയം കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ വിദ്യാർത്ഥി എന്ന് പറയുന്ന സംസ്കാരം തന്നെ പോയി. ഭാരതത്തിന് വലിയൊരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതല്ലേ ശ്രുതധരൻ എന്ന് പറയുന്നത്. ആ ശ്രുതധരൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ധരിക്കാൻ കഴിയുന്ന മേധാശക്തി ഉള്ള കുട്ടികളുടെ നാടായിരുന്നു ഭാരതം. ശങ്കരാചാര്യരൊക്കെ അങ്ങനെയായിരുന്നു, ശ്രുതധരന്മാരായിരുന്നു. അതുപോലുള്ള ഗുരുക്കന്മാരുടെ കീഴിലാണ് അവർ പഠിച്ചിരുന്നത്. കേട്ടാൽ ഉടനെ ധരിക്കാനുള്ള കഴിവ് നമുക്കൊന്നുമില്ല. നമ്മൾ എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കേൾക്കാൻ ചെവിയുണ്ടോ? ആർക്കാണ് കേൾക്കാൻ കാതുള്ളത്? കാണാനൊക്കെയാണ് കണ്ണുള്ളത്, അല്ലേ? ഉദത്വ പശ്യന്ന ദദർശവാചം ഉദത്വ ശൃണ്ണന്ന ശൃണോത്യാന എന്ന് പറയുന്നത്. കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും ആരും കേൾക്കുന്നില്ല. കാരണം എന്താ? ആ കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന് കാഴ്ച കൊടുക്കുന്നതായ ഒരു ദർശന ശക്തിയുണ്ട്. ആ ശക്തി ആരിലുമില്ല. ഒരു അവയവമുണ്ട് എല്ലാവർക്കും, അത് ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ചെവിയുണ്ട്, പക്ഷെ ശ്രവണശക്തിയില്ല. കാരണം ആർക്കും അങ്ങനെ ഒരു ഉപാസനയില്ല. ഇത് ദർശനമാണ്, ഇത് ശ്രവണമാണ് എന്ന ഒരു ബോധമില്ല. ദർശനവും ശ്രവണവും ഇല്ലെങ്കിൽ അറിവ് പൂർണ്ണമാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും നാം ഈ അശാസ്ത്രീയതയാണ് കാണുന്നത്. ആ അശാസ്ത്രീയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ശ്രദ്ധ എന്നുള്ളത് നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ സപ്തർഷികളിലൂടെ ആ സപ്തർഷികളാകുന്ന വാൽമീകത്തിലേക്കാണ് അദ്ദേഹം പോയത്. അതാണ് ശരിക്കും പറഞ്ഞ വാൽമീകി. അതെ, ഈ ചിതലപ്പെട്ട് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മള് ഭക്തിമാർഗത്തിൽ പോകുമ്പോൾ രാമനും ജ്ഞാനമാണ്, സദ്ഗുരുവാണ്, സമ്മതിച്ചു. പക്ഷെ സപ്തർഷികളാകുന്ന ആ വൽമീകത്തിന്റെ ഉള്ളിൽ ഇദ്ദേഹം വളരെ കാലം ജീവിച്ചു. ഋഷിയില്ലാതെ പറ്റില്ല. ഋഷിയോ ഗുരുവോ ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഉയരാൻ സാധിക്കുകയില്ല. എന്തിനും ഗുരു വേണം. ആത്മീയ സാധനയ്ക്കാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഗുരുവും ആചാര്യനും ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. അപ്പോ ഈ പയ്യൻ, ഈ കുമാരൻ സപ്തർഷികളാകുന്ന ആ വൽമീകത്തിൽ വളരെ കാലം ജീവിച്ച് എല്ലാം സമാർജിച്ച് അറിവ് പൂർത്തിയാക്കി അതാണ് വാൽമീകിയായി പുറത്തേക്ക് വന്നു എന്നർത്ഥം. അതാണ് എൻ്റെ ഒരു സങ്കല്പം. ഇനി ഇവിടെ ചോദിച്ച ചാതുർവർണ്ണയത്തെ പറ്റി ആ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ സനാതന സംസ്കാരത്തില് ഞാനത് ഉദ്ദേശിച്ചത് വളരെയധികം ഡിസ്കോഴ്സും ഡിബേറ്റും തെറ്റായി നടക്കുന്ന ഒരു പദമാണ്. അതെ അതെ. അറിയില്ലാത്തവർ പോലും അതിനെക്കുറിച്ച് വളരെ പ്രബുദ്ധമായ രീതിയിൽ എഴുതുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ. ചാതുർവർണ്ണ്യം എന്നല്ല പറയേണ്ടത്. ഇത് പുരുഷ സൂക്തത്തിലെ ഒരു സൂക്തമാണ്, ഒരു മന്ത്രമാണത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഉരു തദസ്യ യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇത് പുരുഷ സൂക്തത്തിലെ, കേട്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ, പുരുഷ സൂക്തത്തിലെ ഒരു മന്ത്രമാണ്. വേദങ്ങളിലെ സൂക്തങ്ങളേ ഉള്ളൂ, ശ്ലോകമില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. വേദങ്ങളിൽ ഒരിക്കലും ശ്ലോകമില്ല, സൂക്തം, മന്ത്രം, അങ്ങനെയാണ്. ഒരു സൂക്തം, പുരുഷ സൂക്തം എന്ന് പറയുന്ന സൂക്തത്തിലെ ഒരു മന്ത്രമാണിത്. ഈ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വിപുലമായ രീതിയിൽ നമുക്ക് അർത്ഥം പറയാൻ കഴിയുന്ന മന്ത്രമാണ്. അത് വിപുലമായ രീതിയിൽ അർത്ഥം പറയണമെങ്കിൽ വളരെയധികം സമയം വേണ്ടി വരും. എങ്കിലും നമുക്ക് അതിന്റെ ചുരുക്കം പറയാം. ഇതൊരു വ്യവസ്ഥയാണ്. അതിന് പ്രപഞ്ചത്തിന്റെ ക്രമീകൃത വ്യവസ്ഥ എന്ന് പറയും. ബ്രാഹ്മണസ്യ മുഖമാസീത്, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ. ബാഹുരാജന്യകൃത, ബാഹുവിൽ നിന്ന് ബാഹുരാജന്യം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ. ഉരു തദസ്യ വൈശ്യ, ഉരുൽ നിന്ന് വൈശ്യൻ. പദ്ഭ്യാം ശൂദ്രോ അജായത. ഇതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ വ്യവസ്ഥയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. ഇപ്പൊ പാദം, ബാഹു, അതുപോലെ ഊരു, ശിരസ്. ഇതൊരു പ്രപഞ്ച ശരീരമാണ്. ഈ പ്രപഞ്ച ശരീരത്തിൽ മാനവവർഗത്തിന് വ്യക്തമായ വ്യവസ്ഥാപിതമായ ഒരു ജീവിത രീതി വേണമെങ്കിൽ ഈ 4 ഭാവങ്ങൾ വേണം. ഇത് 4 ഭാവങ്ങളാണ്. അല്ലാതെ വെറുതെ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 4ഉം ഈ മാനവവർഗം ഉണ്ടായ കാലം മുതൽ ഇന്നും ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്നവരുണ്ട്, ഇല്ലേ, ബുദ്ധിജീവികളുണ്ട്, അതുപോലെ ബിസിനസ് വ്യവസായം നടത്തുന്നവരുണ്ട്, ഇവരെല്ലാം സേവിക്കുന്നവരുണ്ട്. അത് മാറ്റമൊന്നുമില്ല. അതങ്ങനെയാണത്. അത് ഒരു വ്യവസ്ഥ മാത്രമാണത്. ആ വ്യവസ്ഥയുടെ മൗലിക രൂപമാണ് ഈ പുരുഷ സൂക്തത്തിലുള്ളത്. ഇത് മാത്രമല്ല അർത്ഥം. കാരണം നമുക്കിത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. അതിന്റെ ഏകദേശ രീതിയാണ് പറയുന്നത്. അതിനെയാണ് ഇവർ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ അപഹസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഈ 4 വിഭാഗക്കാർ വേണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോ ഭരിക്കുന്നവർക്കും പാടില്ല, ഭരണാധികാരികളുണ്ടാവുമല്ലോ. ഈ മനുഷ്യനുണ്ടെങ്കിൽ അവനെ ഭരിക്കാൻ
അല്ല, അതിന്റെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ പറയുന്നതെല്ലാം നമ്മൾ ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണല്ലോ അങ്ങ്. പക്ഷെ ഈ പറയുന്ന വിമർശകർ ആത്യന്തികമായിട്ട് അവരെ കാണുന്നത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ ജനിക്കുമ്പോൾ ഈ രീതിയിലാണ് ജനിക്കുന്നത്, ഇന്ന ജാതിയിലാണ് ജനിക്കുന്നത്. ആ ഒരു വേറൊരു വിവക്ഷയാണ് അത് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ജനിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. ജാതീയമായ രീതി വേറെ, ജന്മം കൊണ്ടുണ്ടായത് വേറെ. അപ്പോൾ ജന്മം കൊണ്ട് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഒരാൾ ജനിക്കുന്നത് ബ്രാഹ്മണനാണ് ക്ഷത്രിയാണെന്ന് പറയാൻ പറ്റില്ല. ആ കർമ്മം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കർമ്മണാജായതേ അതേ പറ്റുള്ളൂ. അപ്പോ ജന്മം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് സമാർജിക്കാൻ പറ്റുകയുള്ളൂ. അത് പുരുഷസൂക്തം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാറ്റമൊന്നുമില്ല. ഓരോന്ന് എടുത്ത് വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം സാധിക്കില്ല. ഇത് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള. ഇപ്പോ ഈ വേദങ്ങളിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് മനുഷ്യത്വമാണ്. മനുർഭവ ജനയാ ദൈവം ജനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനാവുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും വേദങ്ങളിലെ ബ്രാഹ്മണോ ഭവ, ക്ഷത്രിയോ ഭവ, വൈശ്യോ ഭവ, ശൂദ്രോ ഭവ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയില്ല. മനുർഭവ, മനുഷ്യനാവുക. അതാണ് വാസം പറഞ്ഞ ഗുരുദേവൻ പോലും ഒരു ജാതി ഒരു ദൈവം മനുഷ്യ എന്നൊക്കെ പറയാനുള്ള കാരണം ഈ മനുർഭവ എന്നുള്ള സങ്കല്പമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിനെ അവരാരും അംഗീകരിക്കില്ല. ലോകത്തുള്ള ഒരു മതങ്ങളും മനുഷ്യത്വത്തെ അംഗീകരിക്കില്ല. അതാണ് സ്വാമിജി കൊണ്ട് ചോദിച്ചത്, മനുഷ്യത്വത്തെ അംഗീകരിക്കാത്ത മതമോ അല്ലെങ്കിൽ മതം മനുഷ്യത്വത്തെ അംഗീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ആർക്കും താല്പര്യമില്ല. ആ മനുഷ്യൻ എന്ന സങ്കല്പം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ജാതീയമായി ഈ നമ്മുടെ ആളുകളെ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വാത്മീകിയുടെ കഥ തന്നെ വലിയൊരു പരിണാമത്തിന്റെ കഥയാണ്. അതെ, സാധാരണ ഏറ്റവും ഉജ്ജ്വലമായ അറിവിന്റെ ഭാവത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കൃത്യമായി വരച്ചിടുന്ന ഒരു കഥയാണ്. അതെ, വാൽമീകി അതിൽ വ്യക്തമായിട്ടുണ്ടല്ലോ. സപ്തർഷികളാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ സപ്തർഷികളെ പരിചയപ്പെട്ടില്ലെങ്കിൽ വാൽമീകിക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനോ ഒരു ദാർശനികനായി തീരുവാനോ സാധിക്കില്ല. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, കാവ്യം കൂടിയാണ്. നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ നമ്മൾ മനനം ചെയ്ത് മനസ്സിലാക്കണം. ഈ മനനം ചെയ്യാനുള്ള കഴിവാണ് മനുഷ്യനുള്ളത്. കാവ്യം ഇപ്പോഴും അങ്ങനെയായിരിക്കും. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, കാവ്യം സുഖേ എന്ന് പറഞ്ഞ പോലെ കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിഭാവന കൂടിയാണ്. ആ കവിഭാവന തന്നെയാണ് എല്ലാം ഉള്ളത്. വേദങ്ങളിലൊക്കെ ആ ഭാവനയുണ്ട്. പക്ഷെ അതിനെ മനനം ചെയ്യുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. മനനം ചെയ്താൽ മാത്രമേ നമുക്ക് മന്ത്രം ലഭിക്കുകയുള്ളൂ. അതാണ് മന്ത്രം എന്ന വാക്കിന് പോലും മനനാത് ത്രായതേ ഇതി മന്ത്രം എന്ന അർത്ഥമുണ്ട്. മനനം ഹേതുവായി രക്ഷിക്കപ്പെടുന്നതാണ് മന്ത്രം. അല്ലാതെ കേവലം നമ്മള് വാചകക്രസസ്തോ അല്ലെങ്കിൽ അക്ഷരക്രസർത്തോ അല്ല. കാരണം ഇതെല്ലാം മനനം ചെയ്യാനുള്ളതാണ്. മന്ത്രം മനനം ചെയ്യാനുള്ളതാണ്. അത് മന്ത്രവാദിനി. മനനം ചെയ്ത് ഇതിന്റെ അർത്ഥത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ്, അതിനെ പറയുമ്പോഴാണ് മന്ത്രവാദിനിയാവുന്നത്. അതാണ് ഭാരതത്തിലെ സ്ത്രീകളിൽ പോലും അനസൂയ, ലോപമുദ്ര, മൈത്രേയി ഇങ്ങനെയുള്ള ബ്രഹ്മവാദിനിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രഹ്മവാദിനി, മന്ത്രവാദിനി എന്നൊക്കെ പറയുന്നത് ഇത് മനനം ചെയ്തുകൊണ്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പൊ നമ്മൾ വീണ്ടും പറയാണ്, ഇപ്പൊ ചാതുർവർണ്ണ്യം എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയാണ്, അതിനെ നമ്മൾ ആ ഒരു രീതിയിലല്ല കാണേണ്ടത്. ഞാൻ ഈ പറയുന്ന ഗുണകർമ്മ വിഭാഗങ്ങളിലൂടെ ആണ് കാണേണ്ടത്. അതിന്റെ പിന്നിലുള്ളത് ജ്ഞാനകർമ്മ സമന്വയമാണ്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് വളരെ ലളിതമായിട്ടാണ് ഇവിടെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. തൽക്കാലം എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്തേ. വാത്മീകിയുടെ ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ്. രാമായണത്തിലെ വേറൊരു മഹത്തായ ഏടുകളാണ് നമ്മളിപ്പോൾ സംവദിച്ചത്. ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇത് കണ്ട എല്ലാവരോടും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നാളെ അടുത്ത ഭാഗവുമായി ഞങ്ങൾ എത്തും. നമസ്കാരം. നിത്യം രാമരേത്യേവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം തദ്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം
ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശുനാകൂതരാൽ വാൽമീകമധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ.